പിന്നെ പോവാണ്. അവിടെ ബാർബിക്യൂ മിഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈക്കിൾ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. 100 വർഷം പഴക്കമുള്ളൊരു മരാട്ടോ. നാട്ടിലെ മരങ്ങളൊക്കെ മുറിക്കുകയാണെങ്കിലും ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. കുറച്ച് സ്പീഡ് പോകണം. അത് നമ്മളിത് നോക്കിയാൽ നമ്മൾ കൊടുത്തതിന് മറികടക്കും. ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഇത് റെഡിയാക്കാൻ ടൂൾസ് എടുത്തിട്ടുണ്ട്. ബ്രേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓഫീസ് നടക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാക്കാം. സുരേഷ് ഗോപിക്ക് അതില്ലേ അതെ, എനിക്ക് പഠിക്കണം. എനിക്കിത് തീർത്തും പുതിയ ഒരു ഒരു സംരംഭമാണ്. ചുമതലയാണെന്ന് എനിക്കറിയാം. മിനിസ്ട്രിയെ സംബന്ധിച്ച് ഞാൻ സീറോയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതെല്ലാം പഠിച്ചതിന് ശേഷം പാനലിനെയും കേട്ട് അതിൽ നിന്ന് പഠിച്ചു. എനിക്ക് ശരിക്കും ഒരു UKG കയറിയ അനുഭവമാണ്. അതല്ല, ആ നിലവിൽ തന്നെ അപ്പോൾ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി ഡാം, അതുപോലെ തന്നെ കൊല്ലത്ത് അതിൻ്റെ സപ്പോസ് ദിലീപ്, അസ്സലാമു അലൈക്കും.
ആ ദിലീപ് കാ, ആ നഞ്ചക്കിൻ്റെത് പിന്നെ നമ്മൾ വേറെ റെക്കോർഡൊന്നും ഇട്ടിട്ടില്ലല്ലോ. ആ അപ്പം അത് കൊടുക്കാൻ പറ്റുന്നതാണല്ലോ. മെയിൽ അയക്കുക, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. എത്ര ഇത് പറയേണ്ടത്? അല്ല, എത്ര എമൗണ്ടാണ് പറയേണ്ടത്? ആ ഓക്കെ ശരി. എന്നിട്ട് അക്കൗണ്ട് നിങ്ങളെ കൊടുക്കുക, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ട അങ്ങനെ കൂടെ നിങ്ങൾ അക്കൗണ്ട് അയച്ചെന്നാൽ ഞാൻ കൊടുക്കാം. ആ ഇയാൾ കൺഫേംഡ് ആണോ? ഓക്കെ എന്നാൽ ശരി, ഞാൻ മെയിൽ കൊടുക്കാം. ശരി. എൻ്റെ വയറ് കുറച്ച് കൂടിയാണ്, എന്താ ചെയ്യുക? സൈക്കിൾ ഓടിച്ചിട്ടൊന്നൊരു കാര്യവുമില്ല. അവിടെ മരം മുറിക്കുക. ആ മരം
അസ്സലാമലൈക്കും. അല്ല, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വിളിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ മടിയായിട്ട് വിട്ടതാ. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നോ? പെരുന്നാള് സൺഡേ ആയിരിക്കും. ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നോ? അത് തലേന്നൊക്കെ നോക്കിയാൽ മതിയല്ലോ, ശനിയാഴ്ച ഒക്കെ. പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നോ? ആ, ഇംഗ്ലീഷായിരുന്നു കാണിക്കണില്ല. ആ, അതിനെന്താ കുറച്ച് ടൈമല്ലേ ഉള്ളൂ. അതിനെന്താ കുറച്ചിതല്ലേ ഉള്ളൂ. അവൾക്കൊന്ന് എക്സാം മലപ്പുറത്തല്ലേ കൊടുത്തത്? അപ്പോൾ രണ്ടാളും ഒരു സ്കൂളിലാണ്. എന്താ ചെയ്യാ? കിട്ടിക്കഴിഞ്ഞാല് ഒരു സ്കൂളിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അഥവാ കിട്ടിക്കഴിഞ്ഞാല് നന്നായിയോ അങ്ങനെ. വളരെ നന്നായി. ഓക്കെ. അതാരാ പറഞ്ഞേ? ആ പിന്നെ അപ്പൊ മുനീർക്ക ഹെൽപ്പ് ചെയ്തില്ലായിരുന്നോ ഇങ്ങോട്ട് കിട്ടാന്? അരീക്കോട് പിന്നെ എങ്ങനെ അവർക്ക് പെട്ടെന്ന് കിട്ടിയതാ? ഒറ്റ മിനിറ്റ്. എങ്ങനെ? ആ അവൾക്കിപ്പോൾ എത്ര, ഒരു 35 ഉണ്ടോ? ഒരു മിനിറ്റ്. എത്ര? കാലിക്കറ്റ് എന്നാ കിട്ടുന്നേ? ബാക്കിയൊക്കെ എന്താ ചെയ്യല്? പിന്നെ ഓരോ ഇതിന് പോകലോ, PF കാര്യങ്ങളും മണ്ണാങ്കട്ടയൊക്കെ പോലെ. ഇപ്പോഴും പെൻഷനൊന്നും എടുത്തൊഴിവാക്കിയിട്ടില്ലല്ലോ? പെൻഷനൊന്നും ഇപ്പൊ എടുത്തൊഴിവാക്കിയിട്ടില്ലല്ലോ കേരളത്തില്? പെൻഷന് ഓക്കെ. അപ്പൊ കഴിഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വരില്ലേ?
ആ ഹാ 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 ഓക്കെ അങ്ങനെ. വേറെന്താ അവിടെ ആരുള്ള അമ്മ ഉണ്ടോ? ടെസ്നി മക്കളൊക്കെ ആളിപ്പോ 10ലെത്തിയാ? എത്രയില്ല? ഓക്കെ. ട്യൂഷനൊക്കെ ഉണ്ടാവും അല്ലേ? അതൊന്നും പ്രശ്നമാക്കണ്ടാക്ക ആവും, ശ്രമിക്കും അവര്. അതൊക്കെ ഉണ്ടാവും, ഞങ്ങളതൊന്നും ഇങ്ങനെ ടെൻഷനായിട്ട് ജീവിച്ചിട്ടൊരു കാര്യമില്ല. അതൊക്കെ അവർക്കും എല്ലാം ചിന്ത ഉണ്ടാവും. അത് റെഡി ആയിട്ടായിരിക്കും. അതൊന്നും വിഷയാക്കണ്ട, സാരില്ല. ആ ആർക്ക്? ഇപ്പൊ എന്താ? ഓക്കെ. എന്ത്? അഗിന് ഒരു മിനിറ്റ്. എന്താ പറഞ്ഞാ ശരിയായി. ഇനിയിപ്പോൾ ശരിയാക്കി കൊടുക്കൂലല്ലോ. ഒരു ഒറ്റ മിനിറ്റ്, ഞാൻ ക്രോസ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ കാര്യമില്ലല്ലോ. ഓക്കെ. അവള് വീട്ടിലുണ്ട്. അവള് 12 മണിക്ക് എത്താൻ തോന്നുന്നുണ്ട്. എന്താ പറഞ്ഞേ? എന്ത് ഇല്ല? എന്താ പറ്റിയത്? ഓക്കെ. അപ്പം ഹജ്ജ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ലേ? അയ്യോ, ഏതിൻ്റെ ട്രാവൽസിലാണ് പോയത്? ഇവർക്ക് മാത്രമേ ഈ പ്രശ്നം പറ്റിയില്ല, വേറെ ആൾക്കാരുണ്ടോ? എന്തോ കാടില്ലേ?
ഓക്കെ. ജെനിസ വീഡിയോ ആ അങ്ങനെ ആ മുത്താവ് സംസാരിക്കണേ. ആ ഓക്കെ. എന്ത് ഏത് ചാനലിരുന്നത്? ആ നോക്കട്ടെ. എന്നാ വന്നത്? ഓക്കെ, ഞാൻ നോക്കട്ടെ. ഓക്കെ, എന്നാ ശരി. വേറെ ഇല്ലല്ല. ഓക്കെ, എന്നാ മനസ്സിലാവും. ഇപ്പോൾ വരുമ്പോൾ കണ്ടില്ലേ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവർ പിന്നെ പുല്ലൊക്കെ. എന്താ സംഗതി എന്ന് പറഞ്ഞാൽ മൂത്താപ്പ ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊരു കാർഡ് ഇല്ലാഞ്ഞിട്ട് എന്തൊരു പുതിയ കാർഡോ പോലീസ് പിടിക്കണ്ടല്ലോ. എന്താണെന്നുള്ളത് നോക്കട്ടെ. Nusuk. അതെ അതെ, അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അവർക്കൊന്നും തോന്നില്ല. പിന്നെ ഏതായാലും ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന കൊടുത്താൽ മതിയില്ല. അപ്പോൾ ഇവിടേക്ക് അയക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്തോളാം. അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ ഉടനെ തന്നെ എമൗണ്ട് അറിയിക്കുന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതെ, എൻ്റെ ഉപ്പയുടെ സൗദി നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമോ? സൗദി നമ്പർ ഉണ്ടോ? എരി മിന്ന് പുരിയിലും
ഇന്ന് ചൊവ്വല്ല, ഇന്ന് ഡേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. തലി സ്നോഫില്ലാണ്. വേൾഡ് ലാർജസ്റ്റോ ജംഗിൾ റിമൂവൽ സർവീസ്. ഇത് ഡിസേബിൾ സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാർക്ക് പോകാനുള്ള കേട്ടോ. ദേ ആർ നോട്ട് ഡിസേബിൾഡ്, ദേ ആർ സ്പെഷ്യലി ഏബിൾഡ്. വൈ? വിത്തൗട്ട് ഹാൻഡ് ഓർ ലെഗ്സ് ദേ സ്റ്റിൽ ആർ ഡൂയിങ് മെനി തിങ്സ്. വലൈക്കും അസ്സലാം. ഓക്കെ ബൈ. 6:01 വെയിലുണ്ട്. കണ്ണാടിൻ്റെ മുഖത്തടിച്ച് റോക്കി എനിക്ക് മോസിച്ചോ കണ്ടാൽ മണ്ടും ആരസിച്ചോ.
1:14-15 ഇരുന്ന് നോക്കാം. Messaging leather jacket tomorrow. Okay, tomorrow we gonna let. I know, but I'm like, whether tomorrow's great jacket. 17 ഡിഗ്രി. സാറിന് വിളിച്ചോ കേട്ടോ. Pigeon. എൻകൗണ്ടർ എന്താ വിശേഷം? ബ്രാൻഡിങ്ങിന്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ഈ ബ്രാൻഡിന് ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടി മാത്രം ഞാൻ പോയി നിന്നൊരു ഫോട്ടോ എടുത്തു. എന്തൊക്കെയായാലും സ്കൈബോർഡ് ഈ ട്രാൻസ്പെറന്റ് ടി വി ഒരു അടിപൊളി സംഭവം തന്നെയാണ്. ഈ കാണുന്നത് വെറുതെ പുകവിട്ട് നടക്കുന്ന ഒരു വിഷയമല്ല, ഇതിന് കാര്യമായ എന്തോ ഉപയോഗമുണ്ട്. പക്ഷെ ഈ കാണുന്നത് റെസ്റ്റോറൻറ്റുകളിൽ ഫുഡ് കാണുന്ന റോബോട്ടാണ് ഇവിടുത്തെ ആകർഷണമെങ്കിലും ആരും റോബോട്ടിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാതെ സ്കൈബോർഡ് എന്നെഴുതിയ ബ്രാൻഡിങ്ങിന്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ഈ ബ്രാൻഡിന് ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടി മാത്രം ഞാനും പോയി നിന്നൊരു ഫോട്ടോ എടുത്തു. എന്തൊക്കെയായാലും സ്കൈബോർഡിന് ഈ ട്രാൻസ്പെറന്റ് ടി വി ഒരു അടിപൊളി സംഭവം തന്നെയാണ്. ഈ കാണുന്നത് വെറുതെ പുകവിട്ട് നടക്കുന്ന ഒരു മെഷീനല്ല, ഇതിന് കാര്യമായ എന്തോ ഉപയോഗമുണ്ട്. പക്ഷെ ഈ കാണുന്നത് റെസ്റ്റോറൻറ്റുകളിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ആവശ്യാനുസരണം ഹൈറ്റ് പൊക്കുകയും താത്തുകയും ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ വ്യത്യസ്തമായ ടേബിളാണത്. മുന്നിൽ കാണുന്ന ഈ ചെറിയ ബാഗ് പോലത്തെ ഈ സാധനത്തിനുള്ളിൽ സാധനങ്ങൾ വെക്കുക മാത്രമല്ല, ഈ സാധനങ്ങൾ തള്ളിക്കൊണ്ട് നടന്നു മടക്കുമ്പോൾ നമുക്കിതിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യുകയും ചെയ്യാം.
സംഭവം പക്ഷെ അന്യായക്കാരായ എയർപോർട്ടിൽ അലോഡാന്ന് തോന്നല്ല. മുന്നിൽ കാണുന്ന ഈ സാധനം ഈ കാണുന്ന റോബോട്ടാണ് ഇവിടുത്തെ ആകർഷണമെങ്കിലും ആരും റോബോട്ടിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാതെ സ്കൈവോർത്ത് എന്ന് എഴുതിയ ബ്രാൻഡിങ്ങിന്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ഈ ബ്രാൻഡിന് ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടി മാത്രം ഞാനും പോയി നിന്നൊരു ഫോട്ടോ എടുത്തു. സ്കൈവോർത്തിന്റെ ഈ ട്രാൻസ്പെറന്റ് ടിവി ഒരു അടിപൊളി സംഭവം തന്നെയാണ്. ഈ കാണുന്നത് വെറുതെ പുക വിട്ട് നടക്കുന്ന ഒരു മെഷീനല്ല, ഇതിന് കാര്യമായ എന്തോ ഉപയോഗമുണ്ട്. പക്ഷെ ഈ കാണുന്നത് റെസ്റ്റോറൻറ്റുകളിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ആവശ്യാനുസരണം ഹൈറ്റും ഈ താഴുകയും ചെയ്യാൻ ഒരു വളരെ വ്യത്യസ്തമായ ടേബിളാണത്. മുന്നിൽ കാണുന്ന ഈ ചെറിയ ബാഗ് പോലത്തെ ഈ സാധനത്തിനുള്ളിൽ സാധനങ്ങൾ വെക്കുക മാത്രമല്ല, ഈ സാധനങ്ങൾ തള്ളിക്കൊണ്ട് നടന്നു മടക്കുമ്പോൾ നമുക്കിതിൽ കയറി യാത്ര ചെയ്യുകയും ചെയ്യും. സ്റ്റാൻഡാണ്. ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊന്നും പുറത്തേക്ക് പോവുകയില്ല. റോബോട്ടിന്റെ ഒപ്പം ഫോട്ടോ എടുക്കാതെ സ്കൈവോർത്ത് കാണുന്ന റോബോട്ട്. I just bought 1,000 Samsung phones and I'm going to be giving away to random people that subscribe. Like Jose, here's your brand new Samsung phone, ship it to him. I spent over $1 million on these phones. If you also want to win a brand new phone, all you have to do to enter is hit that subscribe button right there. We're going to be picking random people over the next 10 days and shipping them some of these bad boys. I just bought 1,000 Samsung phones and I'm going to be giving away to random people that subscribe. Like Jose, here's your brand new Samsung phone, ship it to him. I spent over $1 million. ഡയറ്റിങ്ങിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് അത് മെയിൻ ആയിട്ട് വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം. അപ്പൊ രാവിലെ അന്നത്തെ കഴിക്കും. ഡയറ്റിങ്ങിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് അത് മെയിൻ ആയിട്ട് വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം. അപ്പൊ രാവിലെ അന്നത്തെ കഴിക്കും. ഡയറ്റിങ്ങിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ ഡയറ്റ് മോഡിക്ക് മുന്നറിയിപ്പ് നോക്കാം. പ്രചാരണത്തിൽ ജനാധിപത്യത്തിന് അന്തസ്സ് ഹനിക്കപ്പെട്ടു. അസത്യ പ്രചാരണ പങ്കിലമായി പോയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് RSS. BJP നിങ്ങൾക്ക് വേണ്ടി ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാനുള്ള കാലാൾപ്പടയല്ല ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുകയാണ് RSS മുഖമാസിക ഓർഗനൈസർ. അയോധ്യയിലടക്കം നേരിട്ട പരാജയത്തിൽ ബ്രാൻഡ് കൂടി തീർന്നു എന്ന് സ്ഥിരീകരിക്കുന്നു RSS മോഹൻ ഭഗവതും. പ്രിയ പ്രേക്ഷകർക്ക് ഡോക്ടർ മോഹൻ വർഗീസ് ഷാഫി ചാലിയ എന്താണ് കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി കേൾക്കുന്ന ഇന്നയാളുടെ പേരെടുത്ത് പറയാറില്ല എന്നൊന്നുമില്ല. രാജ്യത്ത് കാണാത്ത പ്രധാനമന്ത്രി പറയുന്ന പ്രചാരണത്തിൽ മര്യാദയില്ലാത്തതായി അന്തസ്സില്ലാത്തതായി യഥാർത്ഥ സേവകരും അഹങ്കാരം പാടില്ല. പ്രതിപക്ഷത്തെ കേൾക്കണം ശബ്ദം പാടില്ല. ഇത് BJP മോദിയെ തിരുത്താൻ ശ്രമിക്കുന്നതാണോ അതോ മോദി എന്നൊരു പ്രഭാവനെ പോലെ ചന്ദ്രബാബു നായിഡുവിനെ പോലെ അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായി എന്ന RSS തിരിച്ചറിവാണോ സുഷാവ് പ്രസാദ്? ആ പ്രയോഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. ഇനിയും കാര്യത്തിലേക്ക് വരാം. മോഹൻജി ഭഗവത് ഇവിടെ നടത്തിയ ആ സ്പീച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ തൃതീയ വർഷ സംഘശിക്ഷാ വർഗിന്റെ സമാപനത്തിൽ. ഈ തൃതീയ വർഷ സംഘശിക്ഷാ വർഗം എന്ന് പറയുന്നത് നാഗ്പൂരിൽ എല്ലാ വർഷവും മുതിർന്ന കാര്യകർത്താക്കൾക്ക് വേണ്ടി, അതായത് പ്രാന്തീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾക്കും പ്രചാരകന്മാർക്കും വേണ്ടിയിട്ടും നടത്താറുള്ള ശിബിരമാണ്.
പ്രഥമ വർഷമുണ്ട്, ദ്വിതീയ വർഷവും. അതെല്ലാ സംസ്ഥാനങ്ങളിലും നടക്കും, കേരളത്തിൽ നടന്നിട്ടുണ്ട്. തൃതീയ വർഷം നാഗ്പൂരിൽ മാത്രമാണ് നടക്കുന്നത്. ആ നാഗ്പൂരിൽ നടന്ന തൃതീയ വർഷ സംഘശിക്ഷാ വർക്കിന്റെ സമാപനത്തിൽ മുതിർന്ന കാര്യകർത്താക്കളോടായി നടത്തിയ അഭിസംബോധനയാണ് അത്. ആ അഭിസംബോധനയിൽ ഒരു കാര്യകർത്താവ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് പറയാനും ഉപദേശിക്കാനുമുള്ള ആ ബാധ്യത ആ സംഘടനയുടെ നേതാവിനുണ്ട്. എല്ലാ വർഷവും നടക്കാറുള്ളതാണ്. അതൊന്ന്. ഇനി മറ്റൊന്ന്, നരേന്ദ്രമോദി എന്ന് പറയുന്നത് BJPയുടെ നേതാവ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നതിനേക്കാളൊക്കെ ഉപരി RSSന്റെ പ്രചാരകനാണ്. 1970 മുതൽ ഇന്നേക്കിപ്പോൾ 54 വർഷമായി RSSന്റെ മുതിർന്ന പ്രചാരകനാണ്. ഈ നരേന്ദ്രമോദിയും മോഹൻജി ഭഗവതും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ഇക്വേഷൻ, ആ ബന്ധത്തിന്റെ ആഴം ഒന്നും നിങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. അല്ല ഷാബുവിന്റെ ചോദ്യം അതുകൊണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫോൺ കോളിൽ നരേന്ദ്രമോദിയുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന മോഹൻ ഭഗവത് അഹങ്കാരം ഒഴിവാക്കണം, രാജ്യത്തെ പ്രചാരണം മലീമസമായി, പ്രതിപക്ഷത്തെ ശത്രുപക്ഷത്ത് കാണരുത് എന്നൊക്കെ രാജ്യത്തോടായി പറയുന്നത് എന്തുകൊണ്ടാണ്? അത് രാജ്യം അറിയണം എന്നുള്ളതുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് എന്റെ ചോദ്യം. ബ്രാൻഡ് മോദി എന്ന് പറയുന്ന RSS പരീക്ഷണം അവസാനിച്ചു എന്ന ബോധ്യത്തിലാണോ അത് രാജ്യം അറിയണം എന്ന RSSന്റെ മോഹൻ ഭഗവതിന്റെ താല്പര്യം? ഇപ്പൊ താങ്കൾ പറയുന്നത് നേരിട്ട് മോദിയെ വിളിച്ച് പറയാവുന്നേ ഉള്ളൂ മോഹൻ ഭഗവതിന്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ ആ മോഹൻജി ഭഗവതിന് RSSന് BJPയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള വേദികളുടെ ഒന്നും ആവശ്യമില്ല. അതവിടെ നിൽക്കട്ടെ. അത് അങ്ങനെ താങ്കൾ ചോദിച്ച ചോദ്യം, അതായത് തെരഞ്ഞെടുപ്പിലും വിദ്വേഷ പ്രചാരണങ്ങളാൽ മലീമസമായി എന്നത് മോഹൻജി ഭഗവത് പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. പക്ഷേ അത് ചിന്തിക്കുക, അത് ആ ആഹ്വാനം, അതിന്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. ഈ വിദ്വേഷ പ്രചാരണങ്ങൾ കൊണ്ട്, അതായത് ഇവിടെ ഞാൻ പറയുന്നു, അതായത് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവൻ CAA എന്ന ഒരൊറ്റ നിയമം കൊണ്ട് ഈ 10-25 കോടി വരുന്ന ലോകത്തിലെ രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യയെ മുഴുവൻ കൊന്നൊടുക്കാൻ പോകുന്നു, നാടുകടത്താൻ പോകുന്നു, അവരുടെ പൗരാവകാശങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഭീതി പടർത്തിക്കൊണ്ടുള്ള പ്രചരണം ഈ നാട്ടിൽ നടന്നു. ജാതി വേർതിരിവോടുകൂടി ഇവിടെ മോദി അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ സഹകരണം ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പിന്റെയും ഭീതിയുടെയും ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടു. അതൊന്നും മോഹൻ ഭഗവത് പറയുന്നില്ല. മോഹൻ ഭഗവത് ഈ പറയുന്ന വിദ്വേഷ പ്രസ്താവനകൾ അസത്യഭംഗമായ പ്രചരണങ്ങൾക്ക് നടന്നിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. വിദ്വേഷ പ്രചരണം നടന്നു എന്ന് പറയുന്നതിന് തുടർച്ചയിൽ പറയുന്നത് എന്താണ്? അല്ല, എന്ന് പറയുന്നതിന് തുടർച്ചയിൽ പറയുന്നത് പ്രതിപക്ഷം എന്നുള്ളത് വിരോധികളല്ല, പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വേണ്ടതാണ്, അവർ ശത്രുക്കളല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പ്രതിപക്ഷമാണ് ഈ പറയുന്ന പണിയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതെ, പ്രതിപക്ഷം പറയുന്ന കേൾക്കൂ. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ആ രാഷ്ട്രീയ അർത്ഥത്തിൽ മാത്രമല്ല കാണേണ്ടത്. RSS പറയുമ്പോൾ അങ്ങനെയല്ല. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, RSS ഒരു രാഷ്ട്രീയ സംഘടനയല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആഷ്കി എന്റെ പ്രതിപക്ഷമാണ്. ഇവിടെ ഷാഫി സാഹിബ് ഇരിക്കുന്നു, അദ്ദേഹം എന്റെ പ്രതിപക്ഷമാണ്, ഞാൻ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷമാണ്. ഈ പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ വാക്കുകൾ ബഹുമാനത്തോടെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതേപോലെ തിരിച്ചും ഇവിടെ പാർലമെന്റിൽ നരേന്ദ്രമോദിയുടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷം നരേന്ദ്രമോദിയാണ്. എന്താണ് ഉണ്ടേ പറയുന്നത്? എല്ലാം വേണ്ടതാണ്. നഷ്ടപ്പെട്ടത് എങ്ങനെ ഇല്ലാതായി എന്ന് തീരുമാനിക്കേണ്ട കാര്യമാണത്. റാംമാധവ് RSSന്റെ നേതാവാണ് എന്ന കാര്യം അങ്ങേക്ക് പക്കമില്ലല്ലോ. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ മാൻഡേറ്റ് ഫോർ ഹ്യൂമിലിറ്റി എന്ന ഒരു ലേഖനം എഴുതിയിട്ടുള്ളൂ. താങ്കൾ വായിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. എന്നെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി അതിന്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ however the situation ഞാൻ അയച്ചുതരാം അങ്ങേക്ക്. The victory of Narendra Modi led NDA for third time will be parliamentary record. However, the situation calls for greater accommodation and responsible politics from both sides. Mahatma Gandhi is remembered for many things, but he was first to introduce coalition politics in the pre-independence era.
His success lay in humility and civility, qualities that the Indian polity is dire need of. Coalitions are great levelers. Hope we witness the restoration of those virtues in our polity in the coming years. എന്ന് പറഞ്ഞാൽ പോയ 10 വർഷങ്ങളിൽ നഷ്ടമായ ഈ പറയുന്ന നല്ല ഗുണങ്ങൾ സഖ്യരാഷ്ട്രീയത്തിലൂടെ മടങ്ങിക്കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് റാം മാധവ്. കുറച്ചുകൂടി നേരിട്ട് പറയുകയാണ് കാര്യം. അതെ 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 ഈ കഴിഞ്ഞ 10 വർഷം BJP-യുടെ പറയുന്ന കേൾക്കൂ, പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭരണം മാത്രമല്ല, ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടന്നത് BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ ഭരണം മാത്രമല്ല ഈ രാജ്യത്ത് നടന്നത്. അതിഭീകരമായ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലുള്ള വൃത്തികെട്ട പ്രചാരണങ്ങളും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഉണ്ടായതാണ്. അതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഉണ്ടായതാണ്. സഖ്യ സർക്കാരിനെ പ്രകീർത്തിക്കാണ് റാം മാധവ് ആ ലേഖനത്തിൽ. കോൺഗ്രസിന്റെ നേട്ടം നിങ്ങൾ ചെറുതായി കാണരുത്, കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് പറയുകയാണ് റാം മാധവ്. എന്ന് പറഞ്ഞാൽ സഖ്യ സർക്കാർ നഷ്ടപ്പെട്ട തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കടുത്ത ഏകാധിപത്യം അവസാനിച്ചു എന്ന ആശ്വാസം റാം മാധവ് പറയുകയാണ്. ഇത്തവണത്തെ ജനവിധി എന്നത് ഒരു കോയലിഷൻ ഗവൺമെന്റിനുള്ളതാണ്. അതിനെ എല്ലാ വിനയത്തോടും കൂടി അംഗീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യുന്നത്. രാംമാധവ് പറഞ്ഞു കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ നടന്ന ഏകാധിപത്യമാണെന്ന്. നിങ്ങൾ വായിച്ചത് രാംമാധവ് കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദിയുടെ ഏകാധിപത്യമാണ്. സിവിലിറ്റിയുമാണ് എന്ന് പറഞ്ഞാൽ വിനയവും പൗരബോധവുമാണ്. His success lay in the humility and civility, qualities that Indian polity is in dire need of. Coalitions are great levelers. Hope we witness the restoration of those values in our polity in coming years. എന്ന് പറഞ്ഞാൽ സഖ്യ സർക്കാരുകൾ ഗ്രേറ്റ് ലെവലേഴ്സ് ആണ്. അത്തരത്തിലുള്ള വിർച്യൂകളെ തിരിച്ചു പിടിക്കാൻ നല്ലതാണ്. അപ്പൊ ഈ സഖ്യ സർക്കാരിന്റെ കീഴിൽ നഷ്ടമായ വിർച്യൂസ് തിരിച്ചു പിടിക്കാൻ നമുക്ക് സഹായകരമാകട്ടെ എന്ന് പറഞ്ഞാൽ പോയ 10 വർഷത്തേക്കാൾ കുറിച്ചല്ലേ പറയുന്നത്. പിന്നെ വേറെ എന്താണ് പറയുന്നത്? അതല്ല പറഞ്ഞത്. നിങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പോയ 10 വർഷക്കാലം നടന്ന ഭീകരമായ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസമല്ലേ രാം മാധവിന്റെ വാക്കുകളിൽ ഉള്ളത് എന്നൊക്കെയാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത്. അല്ല, ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷം അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇനിയെങ്കിലും ഈ ആ വിദ്വേഷത്തിന്റെ നാളുകൾ ഇനിയെങ്കിലും അവസാനിക്കട്ടെ എന്ന പ്രത്യാശയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. അതാണ് വേണ്ടത്. തർക്കമുള്ളത് എന്താണ്? അതിനകത്ത് തർക്കമുള്ളത് ആർക്കാണ് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഞാനിപ്പോഴും പറയുന്നു, ഈ രാജ്യത്ത് താങ്കൾ പറയുന്നത് വീണാൽ പോലും വെങ്കയ്യ നായിഡു പറയുന്നു ഇത് ഒരു പാഠമാണ്, ലെസൺ ആണ് എന്ന് പറയുന്നു. വെങ്കയ്യ നായിഡു RSS BJP ബന്ധം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. RSS എന്ന് പറയുന്നു. റാം മാധവ് പറയുന്നു ഇത് പോയ വിർച്യൂകൾ തിരിച്ചു പിടിക്കാനുള്ള കാലമാണെന്ന് പറയുന്നു. RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പറയുന്നു അഹങ്കാരം നല്ലതല്ലെന്ന് പറയുന്നു. ഇതൊന്നും നരേന്ദ്രമോദിക്കും BJP-ക്കുമുള്ള ഏതെങ്കിലും സൂചനകളല്ല എന്ന് താങ്കൾ പറഞ്ഞാൽ ഓക്കെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു, അംഗീകരിക്കുന്നു. ഷാഫി ചാലിയം ഒരു കാര്യം ഞാൻ പറയാം. മോഹൻജി ഭഗവത് ഈ രാജ്യത്തോടായും മുതിർന്ന കാര്യകർത്താക്കളോടായും നടത്തിയ ഉപദേശ രൂപേണയുള്ള പ്രസ്താവനയാണത്. അതിൻ്റെ അകത്ത് യാതൊരു അരോചകത്വമോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നരേന്ദ്രമോദിക്കുള്ള മുന്നറിയിപ്പാണ്, നരേന്ദ്രമോദിക്കുള്ള വാണിംഗ് ആണ് എന്നൊക്കെ നിങ്ങൾ
ഷാഹുപ്രസാദ് ഈ പറയുന്ന പ്രസാദല്ല, രത്തൻ ഷാദ് സമാജ്വാദി പാർട്ടിക്കാരനല്ല, അതിന് സ്ഥാനമുണ്ട്. രത്തൻ ഷാദ് BJP കാരൻ പോലും അല്ല. രത്തൻ ശാരദ ഹാർഡ് കോർ RSS ആണ്. സംശയമുണ്ടോ? രത്തൻ ശാരദ ഹാർഡ് കോർ RSS ആണ്. സംശയമുണ്ടോ? ഹാഷ്മി, ഞാനതാ പറഞ്ഞത്. ഇല്ല, എനിക്ക് സംശയം. എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഹാഷ്മി, RSSന്റെ കേരളത്തിലെ മുഖപത്രമായ കേസരിയിൽ വിമർശനാത്മകമായ ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ റെഗുലറായി കേസരിയിൽ എഴുതുന്നൊരു വ്യക്തിയാണ്. ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന് സ്ഥാനമുണ്ട് ഇവിടെ. ആ അഭിപ്രായങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഈ ദേശാഭിമാനിയെയും വീക്ഷണത്തെയും ഒക്കെ കാണുന്നത് മാതിരി ഇതിനെ കാണുന്നതിനുള്ള നിങ്ങളുടെ കുഴപ്പമാണിത്. RSSന്റെ മുഖപത്രത്തിൽ RSSനെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ BJPയെ പ്രകീർത്തിക്കുന്ന ലേഖനങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന നിങ്ങളുടെ പെർസെപ്ഷന്റെ കുഴപ്പമാണത്. മറ്റുള്ളവരെന്ത് പഴിച്ചു? ഷാഫി ഇവിടെ മോദി കാ പരിവാർ എന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിങ്ങൾ മാറ്റും എന്ന് പറയുകയാണ്. നരേന്ദ്രമോദി നേരിട്ട് തന്നെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മോദിയുടെ കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ ഒഡീഷയിൽ അവിടെ നടത്തിയ പ്രസംഗത്തെ തുടർന്നാണ് ഈ രാജ്യത്തെ 148 കോടി മനുഷ്യരും മോദിയുടെ കുടുംബമാണ് എന്നൊരു ക്യാമ്പയിൻ ഉണ്ടാകുന്നത്. മോദി ഇപ്പോൾ തിരിച്ചറിയുന്നു ഇത് മോദിയുടെ കുടുംബമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ മൊത്തത്തിലുള്ള കുടുംബമാണ് തിരിച്ചറിയും. നല്ല കാര്യം. ശ്രീ ഷാഫി ചാലിയം ഇന്ന് മോഹൻ ഭഗവത് മണിപ്പൂരിലേക്ക് പറയുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷമായി മണിപ്പൂർ കത്തുകയാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കണമെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രയോറിറ്റിയിൽ അത് വരുന്നില്ല എന്ന് വേദനിക്കുകയാണ്. ശ്രീ ഷാഫി ചാലിയം മണിപ്പൂരിൽ ഇപ്പോൾ തുടങ്ങിയ കത്തലല്ല, വർഷം ഒന്നായി കത്തുകയാണ്. കലാപം, കൊള്ളിവെപ്പ്, കൂട്ടബലാത്സംഗം, കൂട്ടക്കൊലകൾ, വഴിനീള പെൺകുട്ടികളെ നഗ്നരാക്കി നടത്തിയ ആ ദൃശ്യം കൊണ്ട് രാജ്യം കീറിയതാണ്. ഇന്നൊരു കാർഗിലിൽ രാജ്യത്തിന് വേണ്ടി ആയുധമെടുത്ത് പോരാടി രാജ്യത്തെ കാത്ത സൈനികന്റെ ഭാര്യയെ നഗ്നയാക്കി നടത്തി അവിടെ. അതിലൊന്നും അപ്പോൾ ആശങ്ക തോന്നാത്ത RSSന്, അല്ലെങ്കിൽ അത് ക്രിസ്ത്യൻ ചർച്ച് ബാക്കിയുടെ കലാപമാണെന്ന് ഇതേ ഓർഗനൈസേഷൻ RSSന് ഇപ്പോൾ എന്താണ് ആശങ്ക? മോദി കിട്ടുന്നത് കൊടുക്കാം എന്നതിനപ്പുറം ഒരു ആത്മാർത്ഥ സമീപനമായി താങ്കൾ അതിനെ കാണുന്നുണ്ടോ ഷാഫിക്ക്? ഇല്ല, മോഹൻ ഭാഗവതിന്റെ ഈ പരാമർശം അത് ഇവിടെ നമ്മുടെ ഷാഹുപ്രസാദ് ചട്ടൻ വല്ലാതെ വേർക്കുകയാണ്. അത് ഈ NRCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ ആളുകൾ നടത്തിയ പ്രസംഗമായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന ഒരു ഫ്രെയിമിന്റെ അകത്തേക്ക് ഇത് കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. പക്ഷേ ഈ റാംമാധവിന്റെ ഇന്ത്യൻ എക്സ്പ്രസിൽ എന്ന ലേഖനവും അതുപോലെ തന്നെ രത്തൻ ശബ്ദ ഓർഗനൈസറുകൾ എഴുതിയ ലേഖനമുണ്ട്, മോഡി 3.0 കൺവെർസേഷൻ ഫോർ കോഴ്സ് കറക്ഷൻ. ഈ 2 ലേഖനവും വായിച്ചിട്ട് എന്ത് ചെയ്യണം? മോഹൻ ഭാഗവതിന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം. അപ്പോഴാണ് മോഹൻ ഭാഗവത് എയിം ചെയ്തത് എവിടെയാണെന്ന് മനസ്സിലാക്കിയത്. ഇവിടെ ഇപ്പോൾ ആനക്കൊമ്പും ചന്ദനമരവും വെട്ടരുതെന്ന് പറഞ്ഞ് വീരപ്പം വന്നാൽ എന്താ സംഭവിക്കുക? അതിന് തുല്യമായ ഒരു രംഗമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്ത് എന്തെല്ലാം കൊടും ക്രൂരതകൾ ഇറങ്ങിയത്. മോഹൻ ഭാഗവത് ഈ നരേന്ദ്രമോദിയുടെ തുടക്കം തന്നെ നോക്കൂ, 10,000-ഓളം മനുഷ്യരെ ഗുജറാത്തിൽ കൂട്ടക്കുരുതിക്കടിയാക്കി ഒരു ജനപ്രതിയായ പാർലമെന്റ് അംഗത്തെ എവിടെയെങ്കിലും അഭിനയിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, ജസ്റ്റിസ് ലോധയെ അമിത്ഷാക്ക് ഒരു സമൻസ് നോട്ടീസ് അയച്ചു എന്നൊരൊറ്റ കാരണത്ത് ആ ഒരു ജസ്റ്റിസിന് വരെ കൊല്ലപ്പെട്ടു. അന്വേഷണം എവിടെയെങ്കിലും എത്തിയോ? ഗുജറാത്തിൽ തന്നെ തങ്ങളുടെ എതിരാളിയായ BJPയിലെ തന്നെ സീനിയറായ നേതാവിനെ കൊന്നു. ആ കേസ് എവിടെയെങ്കിലും എത്തിയോ? ഇല്ല. എത്ര മനുഷ്യന്മാരകത്തിട്ടിരിക്കുന്നു. ആ സഞ്ജയ് ദത്ത് പോലുള്ള ഒരുപാട്, സഞ്ജീവ് ഭട്ടിനെ പോലുള്ള എത്ര ആളുകളെ കൊണ്ട് അകത്തിട്ടിരിക്കുന്നു. എന്തിനേറെ കഴിഞ്ഞ ഇലക്ഷനിൽ 2019 ഇലക്ഷനിൽ ഒരു ദേശീയ വികാരം ആളിക്കെത്തിക്കാൻ വേണ്ടി ആ ഗുരുദ്വാര 10-40 സൈനികരുടെ ജീവൻ, ആ ജീവൻ നമുക്കറിയല്ലോ. ഈ പഴയ ജമ്മു കാശ്മീർ ഗവർണർ ഇവരുടെ ഒറ്റ തോഴനായിരുന്നല്ലോ അദ്ദേഹം വെളിപ്പെടുത്തിയത്. അപ്പോൾ ഈ ഭാഗവത് ഇവിടെ അപലപിച്ചോ? എന്തെല്ലാം സംഭവം ഉണ്ടായി? മണിപ്പൂർ ഭാഗമാണോ? എന്തെല്ലാം ഇത് വീട് കത്തി അരിഞ്ഞതിന് ശേഷം ഫയർഫോഴ്സ് വണ്ടി വന്നതുപോലെയാണ് മോഹൻ ഭാഗവതിന്റെ ഇപ്പോഴത്തെ ഈ ലോഞ്ചിങ്. എന്തെല്ലാം ക്രൂരതകൾ ഇവിടെ അരിഞ്ഞത്? എന്തെങ്കിലും ഇവിടെ അപലപിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു ദളിത് പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു മാത്രമല്ല മൃതദേഹം പോലെ കൊടുക്കാതെ ആ രോഗി ചില
ദേഷ്യം ഉണ്ടാവേണ്ട കാര്യം? ഞാൻ ചോദിക്കട്ടെ, മോഹൻ ഭാഗവത് ഏറ്റവും എനിക്ക് കൂടുതൽ അറ്റൻഷൻ ഉണ്ടായ ഒരു ഭാഗത്താണ് സ്വയം സേവകൻ എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവനാകണം. ഒരു ഡെഫിനിഷനാണ്. സത്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം ഈ RSSന്റെ പ്രവർത്തകർ പാലിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഒരു സ്വർഗരാജ്യം. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവനാകണം ഒരു RSS. ഈ രാജ്യത്ത് ആർക്കും ചെയ്തു കൂട്ടിയ ക്രൂരതകളൊക്കെ സൂക്ഷിക്കണം. അങ്ങനെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഈ മോഹൻ ഭാഗവതിന്റെ ഞാൻ സാധുക്കളോട് ചോദിക്കുക, മോഹൻ ഭാഗവത് പറഞ്ഞു അയോധ്യ കഴിഞ്ഞതോടുകൂടി വലിയൊരു സമാധാനം ഉണ്ടാക്കുന്ന, ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആളാണ് മോഹൻ ഭാഗവത്. അയോധ്യ കഴിഞ്ഞതോടുകൂടി ഇനി പള്ളിന്റെ അടിയിൽ പോയിട്ട് എന്താണ് ആരും വിഗ്രഹം തരേണ്ടതില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ അത് നമ്മളേതൊരു ചർച്ചയിൽ തന്നെ ഉണ്ട്. കാരണം വലിയൊരു ആശ്വാസം അത് അവിടെ ആ ചാപ്റ്ററാണ് കഴിഞ്ഞു. ഇനി അത് പറഞ്ഞേക്കെ ഇനി ആരും പള്ളിന്റെ അടിയിൽ പോയിട്ട് എന്താണ് ഗവേഷണം നടത്തേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അനുയായികൾ കേട്ടോ പോയില്ലേ കോടതിയിൽ ജാൻവാദി ആവാദി മറ്റേ പള്ളി മധുരപ്പള്ളി. അപ്പൊ ഇദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും യാതൊരു വിലയും എങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞത് ഈ പരാമർശങ്ങളൊക്കെ ഒരു നിരാശയിൽ നിന്നുള്ള 100 വർഷം RSS ഉണ്ടാക്കിയിട്ട് 100 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാവും എന്ന അവരുടെ ആഗ്രഹ സഫലീകരണം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ജനസമൂഹം തകർത്തു കളഞ്ഞു. അവിടെയാണ് വെച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഗെയിമാണത്. ഇത് ഞങ്ങളെ ഇനി മോദിയെ വെച്ച് ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഇവർക്ക് ബോധ്യം. അപ്പൊ മോഡി ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ സാധനമായിട്ട് മാറി എന്ന തോന്നലിൽ നിന്നാണ് ഇനി RSSന്റെ ആഗ്രഹ സൈറ്റിലെ സഫലീകരണം മോഡിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യമല്ലെന്ന ഒരു അത്തരം ഒരു ബോധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു കുറെ കാലമായി നടത്തുന്ന ഇത്തരം ഞാൻ പറഞ്ഞില്ല പൊരുത്തപ്പെടാത്ത ഇത്തരം ഒരുപാട് വാദങ്ങൾ. അതായത് ആരെയും വേദനിപ്പിക്കുന്നവൻ RSS അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് ഇവിടെ നടക്കുന്നത് എന്താണ്? എന്തിനാണ് പറയുന്നത്? ഇപ്പോഴത്തെ മന്ത്രിസഭ ഇന്ത്യ രാജ്യത്ത് ഏകദേശം സെൻസസ് 20% ഉള്ള ഒരു സമുദായമാണ് ഇന്ത്യയിലെ 2ാമത്തെ സമുദായം മുസ്ലിങ്ങൾ. സ്ഥാപിച്ചിട്ടൊക്കെ ചോദിക്കട്ടെ, 70-ലേറെയും മന്ത്രിമാരുണ്ടായിട്ട് ഒരു സഹമന്ത്രിയെങ്കിലും ആ സമുദായത്തിൽ കൊടുത്തു. എന്ത് തെറ്റാണ് ഈ സമുദായം ഈ രാജ്യത്തോട് ചെയ്തത്, നിങ്ങളോട് ചെയ്തത്? നിങ്ങളാൽ ആക്രമിക്കപ്പെടുകയല്ലാതെ ഒരു പ്രാതിനിധ്യം പോലും. ഇത് ഒരു ജനാധിപത്യ രാജ്യമല്ലേ? എല്ലാവർക്കും ഇടം കൊടുക്കേണ്ട, എല്ലാവരെയും പരിഗണിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യമല്ലേ? ആ രാജ്യത്ത് ഒരു 70-ലധികം മന്ത്രിമാരുണ്ടായിട്ട് ഒരു സഹമന്ത്രി പദം പോലും നിങ്ങൾ കൂടെ അബ്ദുള്ളക്കുട്ടി പോലെ കുറെ ആളുകളുണ്ടല്ലോ, കുറെ നഗരം കൂടെ എടുക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു പ്രതിനിധി ശരിയാണോ? നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്താണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കൃത്യവും വ്യക്തമായ നിലപാട് അറിയാൻ താല്പര്യം. താങ്കൾ വേറൊരു വിഷയം ഞാൻ ഷാബുലിന്റെ മറുപടി കേൾക്കാം. ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ നമ്മൾ എന്തൊക്കെ കേട്ടു വന്നേ. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ഇപ്പം മംഗൽസൂത്രം പൊട്ടിച്ചെടുത്ത മുസ്ലിങ്ങളോട് പോകുന്ന ബെൻസോളയിൽ പറഞ്ഞു തുടങ്ങി. ആ വർത്താനത്തിൽ ബെൻസോള തോൽപ്പിച്ച് കൈ കൊടുത്തു വേറെ കാര്യം. പിന്നെ അത് വീണ്ടും ആവർത്തിക്കാൻ കൊള്ളാത്തത്ര എത്ര വർത്താനങ്ങൾ മതാടിസ്ഥാനത്തിൽ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുന്നു, രാജ്യത്തെ പൗരന്മാരെ ഗുസ്പേട്ടുകളെന്ന് വിളിക്കുന്നു, പ്രതിപക്ഷം ഗുജറാത്ത് എന്ന നൃത്തം കളിക്കുന്നവരാണെന്ന്, അങ്ങനെ എന്തൊക്കെ നമ്മൾ കേട്ടു. അതിന്റെയൊക്കെ എന്താണ് അതിന്റെയൊക്കെ അതേ തീവ്രതയിൽ രാജ്യത്തിന് മുനയൊഴിച്ചത് വേറെ കാര്യം. പക്ഷേ രാജ്യത്തിന്റെ ഇലക്ഷൻ ചരിത്രത്തിൽ ദുർഗന്ധം വമിക്കുന്ന ഏടായി ചരിത്രത്തിന് അത് കറുത്തു കിടക്കുന്നതായിട്ടൊരു തർക്കമില്ല. കാര്യം രാജ്യത്തിന്റെ ചരിത്രത്തിൽ അത്രത്തോളം വിദ്വേഷമുണ്ടായ ഒരു പ്രചരണകാലം ഉണ്ടായിട്ടില്ല. അത് ആ പ്രചരണകാലത്തിനൊടുവിൽ എന്താണ് വിദ്വേഷം ഉണ്ടായി, ഇലക്ഷൻ ഡക്കോറ പാലിക്കപ്പെട്ടില്ല എന്ന് മോഹൻ ഭഗവത് പറയുന്നത് മോദിയെയും RSSനെയും ഉദ്ദേശിച്ചേ അല്ല എന്ന് പറയാൻ കഴിയും. ഒരിക്കലുമില്ല. തീർച്ചയായും ശ്രീ മോഹൻ ഭഗവത് എന്ന RSSന്റെ സുപ്രീമോ സർഫൻ വ്യക്തമായ ഉദ്ദേശലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. അതിന് തിരഞ്ഞെടുത്ത സമയം, അതിന് തിരഞ്ഞെടുത്ത വേദി, അതിന് തിരഞ്ഞെടുത്ത വാക്കുകൾ എല്ലാം തന്നെ വളരെ വളരെ പ്രതീകാത്മകമായ കാര്യങ്ങളാണ്. നോക്കൂ, ഏതാണ് RSSന്റെ സീനിയർ കാര്യകർത്താക്കൾ പങ്കെടുക്കുന്ന ഒരു ഇൻഹൗസ് മീറ്റാണ്. പക്ഷെ അവിടെ ക്യാമറ കണ്ണുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായും പൊതുസമൂഹത്തിലേക്ക് ഈ വാക്കുകൾ പോകും എന്ന് അറിയാനുള്ള ത്രാണിയുള്ള ആൾ തന്നെയാണ് ശ്രീ മോഹൻ ഭഗവത്. അപ്പൊ ഇത് വേണമെങ്കിൽ പറയാം, ശ്രീ ഷാബു പ്രസാദ് ഒക്കെ പറയുന്നത് പോലെ വേണമെങ്കിൽ പറയാം, RSSന്റെ നേതാവിന് സർസംഘചാലകന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദരണീയനായ ശ്രീ മോദിയെ നേരിട്ട് കണ്ട് പറയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായും. പക്ഷെ ഇവിടെ ഉയരുന്ന കാതലായ ചോദ്യം,
മോദി എന്ന വ്യക്തി മോദി 1.0 മോദി 1.2 ആണ് ഇത് കഴിഞ്ഞ് ഇപ്പോൾ മോദി 3.0 വരുമ്പോൾ വ്യക്തമായ ഒരു ബിംബവൽക്കരണം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗമെല്ലാം ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. മോദി ഇപ്പോ സംഘപരിവാർ എന്ന് പറയുന്നത് സംഘാണ് എന്ന് പറഞ്ഞാൽ സംഘപരിവാറാണ്. അവർക്ക് സംഘടന എന്താണ് സംഘടനാദ്യം അല്ലെങ്കിൽ നേഷണൽ ഫസ്റ്റ്, അത് കഴിഞ്ഞാൽ സംഘടന എന്ന നിലപാടുള്ളവരാണ്. അതിന് മുകളിലേക്ക് ഒരു എന്താണ് ഒരു അധികാരനെ പോലെ ഏതെങ്കിലും മോദി അല്ലെ ഏതെങ്കിലും വ്യക്തി വരുന്നവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ മോദി അധികാരനെ പോലെ വളരുന്നു. ലാസ്റ്റ് BJP-ക്ക് NDA-ക്ക് ഗ്യാരണ്ടി എന്ന് പോട്ടെ, BJP-ക്ക് ഗ്യാരണ്ടി എന്നത് പോട്ടെ, മോദിക്ക് ഗ്യാരണ്ടി എന്ന് മാത്രം പറയുന്നു. അദ്ദേഹം തന്നെ ഇരിക്കും. നേരത്തെ പറഞ്ഞ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി പറയാത്തതുപോലെ ഞാൻ തന്നെ എന്നെ പറ്റി പറയുന്നത് പോലെ മോദിക്ക് അദ്ദേഹം തന്നെ ഒരു യോഗത്തിൽ 14 തവണ 1ാം ഘട്ടം കഴിയുമ്പോൾ അത് കളി മാറിയായിരുന്നല്ലോ അങ്ങനെ പറയുന്നു. അപ്പൊ അതിനുള്ള ഒരു ചുരുക്കാണോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ തെറ്റായ വഴിയിലുള്ള പോക്കിലുള്ള ആത്മാർത്ഥമായ RSS ഉള്ള പ്രശ്നമാണോ ശ്രീ മോഹൻ വർഗീസ് നമ്മൾ കേട്ടത്, അല്ലെങ്കിൽ ഓർഗനൈസർ കാണുന്ന ഇത് ചുരുക്കാണെന്ന് പറയാനാവില്ല. ഇതൊരു ട്രാക്ക് തെറ്റി ഒരു പാളത്തിലൂടെ പോകുമ്പോൾ അതിനെ ട്രാക്കിലാക്കി മാറ്റാനുള്ള RSSന്റെ ഒരു തിരുത്തൽ നടപടി. ഇവിടെ യഥാർത്ഥത്തിൽ പരിവാർ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലിയുടെ ഒരു അച്ചുതണ്ട് എന്ന് പറയുന്നത് RSS തന്നെയാണ്, സ്വയം സേവക് സംഘ് തന്നെയാണ്. തീർച്ചയായിട്ടും 1925 രൂപീകരിക്കപ്പെട്ട RSSന് അതിൻ്റെതായ സീനിയോറിറ്റി ഉണ്ട്. BJP 1970 വന്നതാണ് ഉണ്ടായിരുന്ന മാറി. പിന്നീട് അത് ഭാരതീയ ജനതാ പാർട്ടി 1980 സ്വതന്ത്ര വ്യക്തിത്വമാകുകയാണ്. സ്വതന്ത്ര വ്യക്തിത്വം എന്ന് പറയുമ്പോഴും ആ വ്യക്തിത്വത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഡബിൾ മെമ്പർഷിപ്പ് ജനതാ പാർട്ടിക്കുള്ളിൽ അനുവദിക്കില്ല എന്ന കർശനമായ തിട്ടൂരം അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇല്ല ഞങ്ങൾക്ക് ആ ഡബിൾ മെമ്പർഷിപ്പ് വേണം, RSSൽ നിന്നും ഞങ്ങളെ വിട്ടു കാണാനാവില്ല എന്ന ഉഗ്രമായ പ്രഖ്യാപനമായിരുന്നു BJP-യുടെ പിറവിക്ക് തന്നെ 1980 പിറവിക്ക് തന്നെ കാരണം. അതുകൊണ്ട് എക്കാലത്തും വെറും കൂടി ബന്ധം മാത്രമല്ല ഗാഠമായ ഒരു ബന്ധമുണ്ട്. ഒരു കേഡർ സംഘടന എന്ന നിലയിൽ BJP-ക്ക് അങ്ങനെയുണ്ട്. പക്ഷേ നോക്കൂ ശ്രീ ഹാഷ്മി, കേഡർ സ്വഭാവത്തിന് മാറ്റം വന്നിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഒരു കോൺഗ്രസ് പാർട്ടിയെ പോലെ ഒരു ബാഷ് പാർട്ടിയായി മാറിയിരിക്കുന്നു. അപ്പം ബാഷ് പാർട്ടിയുടെ ഡൈനമിക്സ് എന്ന് പറയുന്നത് വിവിധ പാർട്ടികളിലെ അംഗങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേക്കേറുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ബിംബം, അവരെ ഒരുമിച്ച് നിർത്താൻ ഒരു വലിയ ബിംബം ആവശ്യമുണ്ട്. ശ്രീ നരേന്ദ്രമോദി എന്ന ഒരു ബിംബം അവിടെ അവതരിക്കുകയാണ്. ആ ബിംബം ആദ്യ സമയത്ത് RSS കൂടി പ്രവർത്തിച്ചതാണ്. 2 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് RSS പ്രകടമായി പ്രവർത്തിച്ചത്. അത് 1984 തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രയോജനം ലഭിച്ചത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മതത്തെ തുടർന്ന് രാജീവ് ഗാന്ധിക്കാണ് അതിന്റെ പ്രയോജനം ലഭിച്ചത്. അന്നേരമാണ് 400 സീറ്റിലേക്ക് കോൺഗ്രസ് പോയത്, 414 സീറ്റിലേക്ക് പോയി. പക്ഷെ ആദ്യമായിട്ടാണ് BJP-ക്ക് നേരിട്ടുള്ള പ്രയോജനം. ഈ മൻമോഹൻ സിംഗിന്റെ 2ാം UPA ഗവൺമെന്റിന്റെ പതനം അത് സാധ്യമാക്കിയത് RSSന്റെ ചിട്ടയായ പ്രവർത്തനമാണ്. 50,000-ൽ പരം ശാഖകളാണ് ഇന്ത്യ ഒട്ടാകെ RSS ഇപ്പോഴുള്ളത്. അതിന്റെ ഒരു നല്ല ഭാഗവും അതിപ്പം കണക്കുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 20 ലക്ഷം ചെറിയ യോഗങ്ങൾ കൂടി ഇപ്രാവശ്യവും നേരിട്ട് ഇടപെട്ടില്ല എന്ന് പറയുമ്പോഴും ആ ജംഗമൊരുക്കാൻ തെരഞ്ഞെടുപ്പിന് ജംഗമൊരുക്കാൻ വേണ്ടി ഡൽഹിയിൽ തന്നെ 1,20,000 ചെറിയ 10-15 പേരുടെ കൂട്ടമാണ്. ചെറിയ ഫാമിലി യോഗങ്ങൾ കൂടി അത് ഇന്ത്യ ഒട്ടാകെ പറയുന്നുണ്ട്. മാത്രമല്ല പറയുന്നു ഒരു കാര്യം, BJP-ക്ക് വേണ്ടി താഴെ പ്രവർത്തിക്കുന്ന കാലാൾപ്പടയല്ല ഞങ്ങൾ. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചോ, അല്ല ഞങ്ങളോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് വരും മുമ്പ് ഇന്ന് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. Pickleball season. Smiley's been practicing too. For summer rollbacks. Check out that form. Across thousands of rollbacks. I can't compete with that. अयोध्या की सीट हार गए. राम मंदिर बनाया, മഞ്ഞ ഉണ്ടല്ലോ ഇലകള്. उसमें इनॉग्रेशन में एक गरीब व्यक्ति आपने नहीं देखा होगा, एक किसान नहीं था, एक मजदूर नहीं था, एक पिछड़ा नहीं था, एक दलित नहीं, आदिवासी राष्ट्रपति से कहते हैं तुम यहाँ नहीं आ सकती. और आपने वहां पे देखा अडानी जी खड़े थे, अंबानी जी खड़े थे, देश के अरबपति खड़े थे, पूरा बॉलीवुड खड़ा था, क्रिकेट की टीमें खड़ी थी, मगर एक गरीब व्यक्ति नहीं खड़ा.
उसको जवाब अयोध्या की जनता ने भी दिया है, और सिर्फ अयोध्या में नहीं भाई और बहनों, सिर्फ अयोध्या में नहीं, वाराणसी में जान बचा के निकले हैं प्रधानमंत्री. രാഹുൽ സർ, ഇവിടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് ആ പരിപാടിക്ക്. ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് നടുവിൽ നിന്നുകൊണ്ട് രാഹുൽ അഗ്നിപ്രകാശന പ്രസംഗം നടത്തുന്ന യുപിയിലാണ്. ഏത് യുപിയിൽ? അയോധ്യയുടെ ചിറകരേറി രാജ്യത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് BJP യാത്ര തുടങ്ങിയ അതേ യുപിയിൽ അയോധ്യ, സീതാപൂർ, റാവസ്തിയൊക്കെ നഷ്ടപ്പെട്ട BJP വാരണാസി ഒരു പാവം അജയ് റായോട് പിടിച്ച് ജയിച്ച UP. അന്ന് മുതൽ എന്തായാലും ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ കോൺഗ്രസിലും പാർലമെന്ററി പാർട്ടി യോഗത്തിലും ജയ് ജഗന്നാഥ് എന്നാണ് രാമനെ വിളിച്ചു. അയോധ്യക്കാർ ആണ്, വഞ്ചകരാണ്, ഗദ്ദർ എന്ന് വിളിക്കുകയാണ് അവിടുത്തെ BJP MP സാക്ഷി മഹാരാജ്. രാമനെ കേവലം വോട്ടായി മാത്രം കണ്ടവരോടുകൂടിയല്ലേ RSS പറയുന്നു അഹങ്കാരം നിർത്തുമെന്ന്. ഈ രാഹുൽ ഈശ്വർ, രാഷ്ട്രീയത്തിന് അതീതമായി രാമൻ നമ്മുടെ പൊതുധാരയാണ്. അതാണ് മഹാത്മാഗാന്ധിക്ക് രാമൻ ഉണ്ടായിരുന്നത്, രാമരാജ്യം ഉണ്ടായിരുന്നത്. ജയ് ജഗന്നാഥ് വിളിച്ചാലും ജയ് ശ്രീരാമൻ വിളിച്ചാലും ഇൻഷാ അല്ലാഹ് വിളിച്ചാലും ഗോഡ് ബ്ലസ് എന്ന് വിളിച്ചാലും എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിക്കുന്നത്. അതൊരു പ്രശ്നമല്ല. ഇവിടെ രണ്ട് കാര്യം. No, I'm listening the election. Oh, it's the election. Yeah, Modi is winning. unfortunately, but still we have hope because